പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 5-ാം വാക്യം. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അരികിലേക്ക് വരുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഓശാന ഞായർ. ഓശാന എന്ന വാക്ക് ഹീബ്രുവിൽ നിന്ന് ഉടലെടുത്തതാണ്. അതിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഓശാന ഞായർ വിശുദ്ധവാരത്തിലേക്കുള്ള കവാടമാണ്. ഓശാന ഞായറാണ് വിശുദ്ധ കവാടത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള പ്രവേശന കവാടം. ഈ ആഴ്ചയിൽ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായിട്ടുള്ള ഓർമ്മകളാണ് അനുസ്മരിപ്പിക്കുന്നത്. ഓശാന ഞായർ കഴിഞ്ഞു വരുന്ന വ്യാഴം പെസഹ വ്യാഴം അഥവാ മോണ്ടി തേഴ്സ്ഡേ, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിനമാണ്. ഓശാന ഞായർ കഴിഞ്ഞു വരുന്ന വെള്ളി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മയാണ്. ഓശാന ഞായർ കഴിഞ്ഞു വരുന്ന ശനി നമ്മൾ പെസഹ ജാഗരണം അനുഷ്ഠിക്കും. സൃഷ്ടി മുതൽ ഈ നിമിഷം വരെ ദൈവമായ കർത്താവ് നമ്മളെ എങ്ങനെ രക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ അനുസ്മരണമാണ്. തുടർന്ന് നമ്മൾ ഉയർപ്പ് തിരുനാളിലേക്ക് പ്രവേശിക്കും. ഈശോ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്നു. ഇത് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം ഓടിക്കൂടി തങ്ങളുടെ മേലങ്കി വിരിച്ചു. അവരുടെ ഓർമ്മയിൽ കടന്നു വന്നത് സോളമൻ രാജാവ് ജെറുസലേം കവാടത്തിങ്കൽ നിന്ന് ജെറുസലേം കൊട്ടാരത്തിലേക്ക് പോയി തൻ്റെ രാജാധികാരം ഏറ്റെടുക്കുന്നതിൻ്റെ ഓർമ്മയാണ്. അവരതുകൊണ്ട് തങ്ങളുടെ മേലങ്കി വിരിച്ചത് ജെറുസലേം കവാടം മുതൽ ജെറുസലേം കൊട്ടാരം വരെയാണ്. രാജാക്കന്മാരുടെ കാലശേഷം ഇസ്രായേൽ ജനം ആദ്യം ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക്, പിന്നെ പേർഷ്യക്കാരുടെ അടിമത്തത്തിലേക്ക്, പിന്നെ ഗ്രീക്കുകാരുടെ അടിമത്തത്തിലേക്ക്. കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ അവർ റോമാക്കാരുടെ അടിമത്തത്തിന് കീഴിലാണ്. റോമക്കാരുടെ അടിമത്തത്തിന് കീഴിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാനായിട്ട് ഇതാ ഈശോ കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ അവരുടെ വിശ്വാസത്തെ തെറ്റിച്ചുകൊണ്ട് ഈശോ പോയത് ജെറുസലേം ദേവാലയത്തിലേക്കായിരുന്നു. ഈശോയ്ക്ക് അറിയാമായിരുന്നു താനാണ് പെസഹ കുഞ്ഞാടെന്ന്. താനാണ് ക്രൂശിക്കപ്പെടേണ്ട, ജനങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടേണ്ട പെസഹ കുഞ്ഞാട് താനാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷകൾ നശിച്ചുപോയി. അതുകൊണ്ടാണ് അവർ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ അനുസ്മരിക്കുന്നത് പോലെ ഓശാന പാടി അവർ അവനെ ക്രൂശിക്കുക എന്ന് ആർത്ത് ആക്രോശിച്ചത്. ഈശോ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്ത് കയറിയിരുന്നു. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യമാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുക. ദാവീദ് രാജാവ് വാഗ്ദാന പേടകം കൊണ്ടുവരുവാനായിട്ട് തെരഞ്ഞെടുത്തത് ഒരു പുതിയ കാളവണ്ടിയായിരുന്നു. വാഗ്ദാന പേടകത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? നിയമങ്ങൾ എഴുതിയ ഫലകമുണ്ടായിരുന്നു. അഹ്റോന്റെ വടി, പൗരോഹിത്യത്തെ അനുസ്മരിപ്പിക്കുന്ന അഹ്റോന്റെ വടി ഉണ്ടായിരുന്നു. 40 വർഷം ഇസ്രായേൽ ജനം ഭക്ഷിച്ച മന്നയുടെ പ്രതീകമായിട്ടുള്ള മന്ന ഉണ്ടായിരുന്നു. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്ത് കയറിയിരുന്ന ഈശോ തന്നെയാണ് വാഗ്ദാന പേടകം. നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് അവിടുന്ന്. പൗരോഹിത്യത്തിൻ്റെ പൂർത്തീകരണമായിട്ടുള്ള നിത്യപുരോഹിതനാണ് അവിടുന്ന്. നമ്മൾക്ക് അനുദിനം ആത്മീയ ഭക്ഷണമായി തീർന്ന പരിശുദ്ധ കുർബാനയാണ് അവിടുന്ന്. ഇന്ന് നമ്മളും കുരുത്തോലകളേന്തി
ഈശോയെ എതിരേൽക്കുകയാണ്. ഓശാന ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ്. അനുദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, കുടുംബസമാധാനക്കുറവുണ്ട്, വഴിതെറ്റിപ്പോയ മക്കളെക്കുറിച്ചുള്ള അലച്ചിലുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങളുണ്ട്. ഒരുപാട് വേദനകൾ നിറഞ്ഞ് നമുക്കും ഈശോയെ എതിരേൽക്കാം. ഈശോയെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദുഃഖകരമായിട്ടുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന്. തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാനയായിട്ട്, നിത്യപുരോഹിതനായിട്ട്, നിയമങ്ങളുടെ പൂർത്തീകരണമായിട്ട് കടന്നു വന്ന ഈശോ അനുദിന പരിശുദ്ധ കുർബാനയിലൂടെ നമ്മെ സഹായിക്കും, അനുഗ്രഹിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഈ ഓശാന തിരുനാൾ നമുക്ക് ആഘോഷിക്കാം. തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.